ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2-3 ബ്രാൻഡ്സാണ് ഇൻഫിനിക്സ്, അതേപോലെ ടെക്നോ, ഐറ്റൽ എന്ന് പറയുന്ന കുറേ ബ്രാൻഡ്സാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഇൻഫിനിക്സ് ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കി. ഇൻഫിനിക്സ് GT10 Pro അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് എക്സാക്ട്ലി പേര് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കിയ സമയത്ത് അതിനകത്ത് നിറച്ച് സ്പെക്കാണ്. ഒരു 20,000 ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്തുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ച്, ബ്രോ ഈ ഫോൺ എടുക്കാമോ, ഇത് കിടിലം ഫോണാണോ എന്നൊക്കെ ഒരു ചോദ്യം വന്ന്. അപ്പം പല ആൾക്കാരുടെയും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് നല്ലതാണെന്നുള്ളത്. സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും സ്പെക്ക് വേറൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇൻഫിനിക്സിനെ പറ്റി അന്വേഷിച്ച് പോയ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ 3 ബ്രാൻഡുകളുണ്ടല്ലോ, ഇൻഫിനിക്സ്, ടെക്നോ, ഐറ്റൽ, ഈ 3 ബ്രാൻഡുകളും ഓൺ ചെയ്യുന്നത് ഒരേ കമ്പനി തന്നെയാണ്. ട്രാൻസിയൻ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇതൊരു ചൈനീസ് മാനുഫാക്ചറാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണ് ഈ 3 സ്മാർട്ട് ഫോൺസും. അപ്പം ഇതിൽ ഇൻഫിനിക്സ് എന്ന് പറയുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ടെക്നോ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലായാലും ആമസോണിലായാലും ഒരു 120,000 സെഗ്മെൻറ്റിലൊക്കെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ബ്രാൻഡിൻ്റെയും സ്മാർട്ട് ഫോൺസ് ഒക്കെ കാണാൻ പറ്റും. ബട്ട് ഐറ്റൽ നിങ്ങൾക്ക് ചിലപ്പം ഫ്ലിപ്പിലും ആമസോണിലൊന്നും കാണാൻ പറ്റത്തില്ല. ഐറ്റൽ സ്റ്റോറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഓഫ്ലൈൻ സെയിലാണ് അവർ ഐറ്റൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഐറ്റലിനെ അങ്ങ് പറഞ്ഞിട്ടങ്ങ് മാറ്റി നിർത്താം. ഐറ്റൽ എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി വലിയ വിവരം ഇല്ലാത്ത ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണത്. ഒരു 6,000 to 7,000 ആ ഒരു റേഞ്ചിൽ ഇവർ സ്മാർട്ട് ഫോൺ ഇറക്കും. എന്നിട്ട് ഓഫ്ലൈൻ സ്റ്റോറിൽ കൊണ്ടുവെക്കും. അപ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അവർ കടയിൽ ചെന്ന് പറയുകയാണ്, അതായത് ക്യാമറ വേണം, നമുക്ക് യൂട്യൂബ് ഒന്ന് നോക്കണം, ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യണം, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ പരിപാടികൾ ചെയ്യണമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് പ്രൊസസ്സർ എന്താണെന്നോ ക്യാമറയുടെ MB എന്താണെന്നോ പരിപാടികളൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണാണ് ഐറ്റൽ. ഓക്കെ, അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഇതെല്ലാം ഈ സാധനത്തിലുണ്ട്, ഇത്രയും പൈസയേ ഉള്ളൂ, അവർ വാങ്ങിക്കും. പ്രോപ്പറായിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ പരിപാടികളോ ഒന്നും തന്നെ ഇതിനകത്ത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഐറ്റൽ നമുക്ക് മാറ്റി നിർത്താം. മറ്റ് 2 സ്മാർട്ട് ഫോൺസ് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ നടത്തുന്ന 2 സ്മാർട്ട് ഫോൺസാണ് ഈ ടെക്നോയുടെയും ഇൻഫിനിക്സിൻ്റെയും. അത്യാവശ്യം നല്ല സ്പെക്കുകളാണ്. അതേപോലെ ഓൺലൈനിൽ സെല്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്പെസിഫിക്കേഷൻസും കൃത്യമായിട്ട് എഴുതിയിട്ടാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഇനി ഈ 2 സ്മാർട്ട് ഫോൺസ് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. 2020 നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. അതായത് ടെക്നോയുടെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് അതിനകത്തിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊരു മാൽവെയർ ഉണ്ടായിരുന്നു. ആ മാൽവെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതേപോലെ തന്നെ ഈ നെറ്റ് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കാർഡ് ലിങ്ക് ചെയ്തിട്ടേക്കുന്ന സാധനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സേഫ്റ്റി എന്ന് പറയുന്ന സാധനം കുറച്ച് റിസ്ക്കിലാണ്. കാരണം ഈ ബ്രാൻഡ്സൊന്നും അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. പിന്നെ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് എങ്ങനെയാണ് ഇത്രയും കുറച്ച് പൈസയിൽ ഈ സെയിൽ, അതായത് കുറച്ച് പൈസയിൽ ഇത്രയും സ്പെക്ക് തരുന്നതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് തരാൻ പറ്റും, കാരണം ഇവർ അഡ്വർടൈസ്മെൻറ്റ് വേണ്ടി ഒരുപാട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്മാർട്ട് ഫോൺസിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൈസ ഇവർക്ക് കിട്ടും. അപ്പം ഈ ഒരു പൈസയൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അവർ വലിയതായിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ തരാൻ പറ്റും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഫിനിക്സ് ഒരു 10 സീരീസ് ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു 10 സീരീസ് ഇതൊരു ഗെയിമിംഗ് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ചെറുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 10 സീരീസ് ഇറക്കിയ സമയത്ത് ടെക്ക് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെയും സജഷനിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ചെന്ന് കാണും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡുണ്ട്, ഇത് സ്മാർട്ട് ഫോൺസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള അവരുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ആവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഫിനിക്സ് എടുക്കാൻ പോകുന്നതിനോട് എനിക്ക് പറയാനുള്ളത്, അണ്ടർ 10,000 12,000 ഇവർ സ്മാർട്ട് ഫോൺ ഇറക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു 15,000 സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് 15 സെഗ്മെൻറ്റ് മാത്രമല്ല, ഒരു 20,000 താഴോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ കുറച്ച് സ്മാർട്ട് ഫോൺസാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 10,000 to 20,000 അണ്ടർ 10,000 സ്മാർട്ട് ഫോൺസ് വളരെ കുറച്ചാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഈ അവിടെ ഭരിച്ചിരുന്ന കുറച്ച് രാജാക്കന്മാരുണ്ടല്ലോ, റിയൽമി, റെഡ്മി, ഓണത്തുള്ള അവർ ആ സെഗ്മെൻറ്റ് വിട്ടിട്ടുണ്ട്. ഇപ്പം ഈ 20,000 എബോവിലോട്ടാണ് മിക്കവാറും അവരെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോൺസ് സെല്ല് ചെയ്യുന്ന സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് 10,000 to 15,000 സെഗ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് ഇൻഫിനിക്സ് വരാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വന്നിട്ടുണ്ട് ഓൾറെഡി, പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അപ്പോൾ എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടിയിട്ടായിരിക്കണം ഇങ്ങനെ ഒരു 10 സീരീസ് ഇവിടെ ഇറക്കി എല്ലാവരെയും ഒന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ഒരു കിട്ടിലും ബ്രാൻഡ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇനി അവരൊരു 10,000 സെഗ്മെൻറ്റിലേക്ക് 15,000 സെഗ്മെൻറ്റിലേക്ക് സ്മാർട്ട് ഫോൺ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് സെയിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഇതായിരിക്കണം അവൻ്റെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റന്മാരൊക്കെ പോയി ഇവിടുന്ന്
അവന്മാർക്ക് ഇനി ആ സെഗ്മെൻറ്റ് വേണ്ട. ഇപ്പം മോട്ടറോള വരെ തിരിച്ച് ആ 10,000 സെഗ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വേറെ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പം ഇൻഫിനിക്സിൻ്റെ കാര്യം അതൊക്കെയാണ്. ഇൻഫിനിക്സൊക്കെ എടുക്കുന്നവർ കുറച്ച് ആ ബ്രാൻഡ് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയ ശേഷം മാത്രം എടുക്കുക. പ്രോപ്പർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.